നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും സാഹസികതയ്ക്ക് മുതിരുകയാണ്. കഴിഞ്ഞ തവണത്തെ നമ്മുടെ പ്രീമിയർ ലീഗ് പ്രഡിക്ഷൻ അടപടലം പൊട്ടി. ഇത്തവണ എന്താവും നോക്കാം. നമുക്ക് ഇന്ന് തുടങ്ങുകയാണല്ലോ പ്രീമിയർ ലീഗിൻ്റെ ഗെയിം വീക്ക് 7. എല്ലാ ഗെയിം വീക്കുകളിലും നമ്മൾ പ്രഡിക്ഷൻസ് നടത്താറുണ്ട്. ആ പ്രഡിക്ഷനുകൾക്ക് എന്ത് സംഭവിച്ചു, ആക്ച്വൽ റിസൾട്ടുമായി ബന്ധപ്പെടുത്തി ഗെയിം വീക്കിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്യാറുമുണ്ട്. പ്രവചന സിംഹമോ അതോ മാൻഡ്രേക്കോ എന്നുള്ള ടൈറ്റിൽ. കഴിഞ്ഞ തവണ നല്ല അസൽ മാൻഡ്രേക്കായി. ഇത്തവണ എന്താവും നോക്കാം. ഇപ്പോൾ നിലവിൽ പ്രീമിയർ ലീഗിൽ 6 റൗണ്ട് കഴിയുമ്പോൾ ലിവർപൂൾ 6 കളികളിൽ നിന്ന് 15 പോയിൻറ്റോടെ ഒന്നാമതാണ്. കഴിഞ്ഞ ഗെയിം വീക്കിൽ ലിവർപൂളൊക്കെ പൊട്ടി, നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അമ്മാതിരി പണിയായിപ്പോയി അത്. ആഴ്സണൽ 13 പോയിൻറ്റോടെ രണ്ടാമത്, ക്രിസ്റ്റൽ പാലസ് 12 പോയിൻറ്റോടെ മൂന്നാമത്, ടോട്ടനമിനും സണ്ടർലൻഡിനും ബേൺമൗത്തിനും 11 വീതം പോയിൻറ്റുകളുണ്ട്. അവരാണ് യഥാക്രമം 4, 5, 6 സ്ഥാനത്ത്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 10 പോയിൻ്റ്, അവർ 7-ാം സ്ഥാനത്ത്. ചെൽസി ലോക ചാമ്പ്യന്മാരാണ്, പറഞ്ഞിട്ട് എന്താ, 6 കളിയിൽ നിന്ന് 2 കളി ജയിച്ചിട്ടുള്ളൂ. അവർ 8 പോയിൻറ്റോടെ 8-ാം സ്ഥാനത്താണ്. ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ ഇനി നമ്മൾ ഈ മാച്ച് വീക്കിലെ മത്സരങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹസം കാണിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ ആരംഭിക്കുകയാണ് പ്രീമിയർ ലീഗിലെ മത്സരങ്ങൾ. ഇന്നെന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 12:30 കളി നടക്കുന്നത്. ബേൺമൗത്തും ഫുൾഹാമും തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രഡിക്ഷൻ ഈ മത്സരം 1-1 സമനിലയിൽ അവസാനിക്കുമെന്നാണ്. അതേസമയം നാളത്തെ കളി നാളെ വൈകിട്ട് 5 മണിക്കാണ് ലീഡ്സ് യുണൈറ്റഡും ടോട്ടൻഹാം ഹോട്ട്സ്പറും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത്. അതറിയാവുന്ന പോലെ ഈ ഒരു മത്സരത്തിൽ ടോട്ടൻഹാം ഹോട്ട്സ്പറിന് തന്നെയാണ് ആധിപത്യം ഉണ്ടാവുക. ടോട്ടൻഹാമിൻ്റെ വിജയമാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നു 3-1 ടോട്ടൻഹാം വിജയിച്ച് കയറുമെന്നാണ്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാമല്ലോ, ടോട്ടൻഹാം 6 കളികളിൽ നിന്ന് 3 വിജയിച്ച് 11 പോയിൻറ്റോടെ 4-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അവർ ആ മികവ് തുടരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത കളി, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും സണ്ടർലൻഡും തമ്മിലുള്ള പോരാട്ടം എന്ത് പറ്റും? യുണൈറ്റഡിന് ഈ സീസണും അത്ര പന്തിയല്ല എന്നുള്ളൊരു തോന്നലാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ടുണ്ടാവുന്നത്. ഇപ്പോൾ ഒരു കളിയിൽ അവർ ചെൽസിക്കെതിരെ വിജയിച്ച് കയറിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് മുന്നോട്ട് പോകും യുണൈറ്റഡ് എന്ന് തന്നെയാണ്. ചെൽസിയോട് 2-1 വിജയിച്ചു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ബ്രെൻഫോർഡിനോട് 3-1 പൊട്ടുകയും ചെയ്തു. അപ്പോൾ ഒട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് അല്ല റൂബൻ അമോറിമിൻ്റെ ടീമിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ സണ്ടർലൻഡിനോട് അവർ 1-1 സമനിലയിൽ പിരിയുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. ഒരു പക്ഷേ യുണൈറ്റഡ് ആരാധകരെ സമ്മതിച്ചു തരാൻ വഴിയില്ല, ജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ടീമിൻ്റെ ഒരു അവസ്ഥ അതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അവർ വിജയിക്കുമെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. അടുത്ത കളി, അതായത് ഇപ്പോൾ ഈ യുണൈറ്റഡ് വേഴ്സസ് സണ്ടർലൻഡ് മത്സരം നാളെ 7:30 7:30 ഒരു പിടി കളികളുണ്ട്. ആഴ്സണൽ വേഴ്സസ് വെസ്റ്റ് ഹാം മത്സരം നാളെ 7:30 അപ്പം ആഴ്സണൽ ഇപ്പോൾ മിന്നും ഫോമിലാണ്. അതവർ തുടരും എന്നാണ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നത്. മികച്ച വിജയം ഞാൻ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. വെസ്റ്റ് ഹാമിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ആഴ്സണൽ പരാജയപ്പെടുത്തും. അതേസമയം തന്നെ നാളെ 10 മണിക്ക് ചെൽസി വേഴ്സസ് ലിവർപൂൾ പോരാട്ടമുണ്ട്. അക്കളി ഒരു വല്ലാത്ത പോരാട്ടമായിരിക്കും. കിടിലൻ പോരാട്ടം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ചെൽസി കഴിഞ്ഞ UCL മത്സരം വിജയിച്ചിട്ടുണ്ട് അവരുടെ മുൻ കോച്ച് ഹോസെ മൊറീഞ്ഞോയുടെ ബെൻഫിക്കയ്ക്കെതിരെ. സമയം പ്രീമിയർ ലീഗിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുമുണ്ട്. ലിവർപൂളിന് എന്താ പറ്റിയത്? കുതിച്ചു പായുകയായിരുന്നു, പക്ഷേ കഴിഞ്ഞ മാച്ച് വീക്കിൽ തോറ്റു. പിന്നെ ഗാലറ്റസറായിയോട് UCLൽ തോറ്റു. അപ്പോൾ അത്ര ഈസി ആയിട്ട് ലിവർപൂൾ ഇവിടെ ചെൽസിയെ തോൽപ്പിച്ചു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. കളി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ 2-2 സമനിലയാണ്. അടുത്ത മത്സരം ആസ്റ്റൺ വില്ല വേഴ്സസ് ബർൺലി പോരാട്ടമാണ്. ആസ്റ്റൺ വില്ല വേഴ്സസ് ബർൺലി പോരാട്ടത്തിൽ തീർച്ചയായിട്ടും നാളെ കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ആ കളി നടക്കുന്നത്. 6:30 ഞായറാഴ്ച 6:30 നടക്കുന്ന പോരാട്ടം. കളിയിൽ ആസ്റ്റൺ വില്ല വിജയിക്കും. 2-1 ബേൺലിയെ പരാജയപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അടുത്ത കളി എവേർട്ടൺ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പോരാട്ടം. അതും ഞായറാഴ്ച നടക്കുന്ന പോരാട്ടമാണ്. ഞായറാഴ്ച 6:30 നടക്കുന്ന ആ പോരാട്ടം ക്രിസ്റ്റൽ പാലസിനാണ് നമ്മൾ മുൻതൂക്കം കാണുന്നത്. എവേർട്ടൺ അവർ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ന്യൂകാസിൽ യുണൈറ്റഡും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും തമ്മിലുള്ള കളി. ന്യൂകാസിൽ മികവ് കാണിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സീസണിൽ അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്.
ന്യൂകാസിൽ 2-1 നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുത്തും. അതേസമയം വോൾവർഹാംപ്റ്റൺ വാണ്ടറേഴ്സും ബ്രൈറ്റണും തമ്മിലുള്ളൊരു കളി കൂടിയുണ്ട്. ആ മത്സരവും നടക്കുന്നത് 6:30 തന്നെയാണ്, ഞായറാഴ്ച 6:30. ആ കളിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2-0 ബ്രൈറ്റൺ വിജയിക്കുമെന്നാണ്. പിന്നെ ഒരു കളി കൂടിയാണ് ബാക്കിയുള്ളത്, അത് സിറ്റിയുടെ കളിയാണ്. ഞായറാഴ്ച വൈകിട്ട് 9 മണിക്ക് നടക്കുന്ന മത്സരം. സിറ്റി ഇപ്പോൾ മികച്ച ഫോമിലാണ്. എന്നങ്ങ് പറയാൻ പറ്റുമോ എന്ന് എന്തായാലും ചിലരൊക്കെ ചോദിച്ചേക്കാം. അത് മൊണോക്കോയോടുള്ള സാധ്യതയില്ല, അത് നോക്കണ്ട. ഹാലൻഡ് ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ അത് നമ്മൾ വീണ്ടും ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രെൻഫോർഡിനോട് 3-1 സിറ്റി വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. എന്തായാലും ഇതൊക്കെ നമ്മൾ കളിയുടെ ഒരു ആവേശത്തിൽ അങ്ങ് നടത്തുന്ന പ്രഡിക്ഷൻസാണ്. അത് തന്നെ കളിക്കളത്തിൽ സംഭവിച്ചു കൊള്ളണമെന്നില്ല. ഏതായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കും. ഇത്തവണ മാൻഡ്രേക്ക് ആവുമോ അതല്ല പ്രവചന സിംഹമാവുമോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.